ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിവാൾട്ട് ഗ്രൈൻഡറിൻ്റെ ആർമേച്ചർ എങ്ങനെ മാറ്റുന്നത് എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ അത് സിമ്പിളായിട്ട് എല്ലാവർക്കും മാറ്റാവുന്നേ. അപ്പോൾ അത് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ടൈം ഇതിൻ്റെ ആർമേച്ചർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഇതിൻ്റെ കാർബൺ അഴിക്കണം. കാർബൺ രണ്ടും അയച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് കേസ് അയക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് കേസ് അയച്ചിട്ടുണ്ട്. ആർമേച്ചർ നമുക്ക് ഊരി നോക്കാം. അതിൻ്റെ ആർമേച്ചർ ഷോർട്ടായി പോയതാണ്. ഇത് ആർമേച്ചർ ഊരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഫസ്റ്റ് വയ്ക്കും. ഫ്രണ്ട് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു 15 സൈസിൽ വരുന്ന ഒരു സ്പാനറിൻ്റെ നെട്ടുണ്ട്. ആ നെട്ട് നമ്മൾ ലൂസാക്കിയാൽ ആർമേച്ചർ ഊരി പോരുള്ളൂ. അപ്പോൾ അതിനാലും ഇത് ഫ്രണ്ട് ഫസ്റ്റ് അഴിക്കണം. നല്ല ടൈറ്റ് ഉണ്ടാവും. കുറച്ച് വലിയ സ്ക്രൂ ഡ്രൈവർ എടുത്താൽ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് അഴിക്കാം. ഫ്രണ്ടിൽ 4 ബോൾട്ട് അയക്കുക കേട്ടോ. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആർമേച്ചർ മേടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് സിമ്പിളായിട്ട് മാറ്റാവുന്നുള്ളൂ. ഗിയർ ഇതിങ്ങനെ ഊരി വെച്ചാൽ നമുക്ക് കാണാം ഇതിൻ്റെ ഉള്ളിലൊരു 15 സ്പാനറിൻ്റെ നെട്ട് വരുന്നുണ്ട്. അത് നമ്മൾ സ്പാനർ വെച്ച് അയക്കാവുന്നതാണ്. നെട്ട് നമ്മൾ സ്പാനർ വെച്ച് അയക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ നെട്ട് അയക്കുകയാണെങ്കിൽ ഇത് 13 സ്പാനറാണ് വരുന്നത് കേട്ടോ. 13 സ്പാനർ വെച്ചാണ്ട് നമുക്ക് അയക്കാവുന്നതാണ്. എന്നിട്ട് അയച്ചിട്ട് നെട്ട് അയച്ചാണ്ട് ഇങ്ങോട്ട് ഊരിയെടുത്താൽ ഇങ്ങനെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഇതിലോട്ട് പുതിയ ആർമേച്ചർ സെറ്റ് ആക്കുകയാണ്. ഇത് പുതിയ ആർമേച്ചർ വെക്കുക. ഇത് ആർമേച്ചർ നമ്മൾ അപ്പോൾ ഇടുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ റബ്ബർ ബുഷ് ഇതിന് പഴയതിൻ്റെ റബ്ബർ ബുഷ് എടുത്താണ്ട് ഇതിൻ്റെ ബെയറിംഗ് അത് കയറ്റി വെക്കണം. എന്നിട്ട് റബ്ബർ ബുഷ് മിക്കവാറും ചിലപ്പോൾ ഈ ബോഡീൻ്റെ ഉള്ളിലാവും ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എടുത്തതിന് ശേഷം ഇതിന് ഈ ബെയറിംഗ് അത് റബ്ബർ ബുഷ് കയറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള അതിൻ്റെ സീറ്റിങ് റെഡി ആവില്ല. അതുകൊണ്ട് പരമാവധി അത് ഊരിയെടുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമ്മൾ ഈ പുതിയ ആർമേച്ചർ ഇതേ മോഡല് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് 13 സ്പാനർ എടുക്കുക. 13 സ്പാനർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചാണ്ട് കൈകൊണ്ട് ടൈറ്റ് ആക്കാവുന്നുള്ളൂ. സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾ ഈ കപ്പ് ഇത് കൂളിംഗ് കപ്പ് എന്ന് പറയും. ഈ കപ്പ് ഇതിന് നിർബന്ധമായിട്ട് ഇത് ഇടണത് മിക്കവാറും ആളുകൾ അയക്കുക ടൈമിൽ മറന്നു വെക്കുക. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വെക്കുക. വെച്ചതിന് ശേഷം
ഇതുപോലെ ഈ റബ്ബർ ബൂട്ട് കറക്റ്റ് ഫിക്സ് ആക്കി വെച്ചതിന് ശേഷം, റബ്ബർ ബൂട്ട് നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബോഡിയായിട്ട് ടച്ച് ചെയ്യും, കറക്റ്റായിട്ട് സെൻറ്റർ ഇറങ്ങാതിരിക്കുക ചെയ്യും. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കറക്റ്റ് റബ്ബർ ബൂട്ട് ഇറക്കി വെക്കുക. ഇത് കറക്റ്റ് അതുപോലെ ചെയ്യുക. എന്നിട്ട് ബോൾട്ടുകൾ 4 ബോൾട്ട്, ഫ്രണ്ടത്തെ 4 ബോൾട്ട് ഫസ്റ്റ് ഇടുക. ഡിവാൾട്ട് ഗ്രൈൻഡറിന് ഫ്ലവർ സ്റ്റാർ എന്ന് പറഞ്ഞ സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് സിമ്പിളായിട്ട് അയക്കാനും കഴിയും ചെയ്യും. ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിലും അയക്കാനും ഫിക്സ് ചെയ്യാനോ കഴിയും. ബാക്കിയുള്ളതിനൊക്കെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് വരല്, ഡിവാൾട്ടിന് ഫ്ലവർ സ്റ്റാർ ആണ് വരുന്നത്. നമ്മൾ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നിങ്ങനെ ആർമേച്ചറിൻ്റെ ഈ ഭാഗം കറക്കി നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ നെട്ടിൻ്റെ ഭാഗം കറക്കി നോക്കുക. ഇത് സിമ്പിളായിട്ട് കറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യേണ്ടതുണ്ടാവും. അതുകൊണ്ട് ഇത് സിമ്പിളായിട്ട് കറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ ബയറിങ്ങാൾ ഏതെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കറങ്ങണം. ഇത് ഇതാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഗിയർ ഇതുപോലെ ഫിക്സ് ചെയ്യുക. ഇത് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയാവുന്ന വർക്കുള്ളൂ. വീട്ടിലിരുന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. ഇതുപോലെയുള്ള ചെറിയ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകൾ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഫ്ലവർ സ്റ്റാർ കൊണ്ട് ടൈറ്റ് ആക്കുകയാണെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ടൈറ്റ് ആക്കാൻ കഴിയും. ഫിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ കാർബണ് എപ്പോഴും ആർമേച്ചർ മാറ്റുമ്പോൾ പരമാവധി ഒറിജിനൽ കാർബൺ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഡിവാൾട്ടിൻ്റെ ഒറിജിനൽ കാർബൺ തന്നെയാണത്. ഇടുക. കറക്റ്റായിട്ട് ഹോൾഡർ പൊക്കിയതിന് ശേഷം ഹോൾഡറിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ട്, അത് പൊക്കിയിട്ട് വേണം ഇത് ഇടാൻ. അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിൻ്റെ ഉപയോഗം നടക്കില്ല. അതുകൊണ്ട് കറക്റ്റ് അത് പൊന്തിച്ചിട്ട് മാത്രം അത് പ്രസ് ചെയ്യുക. രണ്ട് സൈഡിലുള്ള കാർബണും ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കാർബണ് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കാർബൺ ക്യാപ്പ് ക്ലോസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ 2 ബോൾട്ട് ക്രോസിന് 2 ബോൾട്ടും കൂടി ഇടാണ്ട് ഇതും കൂടി ക്രോസിന് ഇട്ടതിന് ശേഷം ഇനി നമുക്കിത് വർക്ക് വെച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക. അതൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത് ഒരു 10 മിനിറ്റ് മാക്സിമം മതിയാവും ഒരാൾക്കത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നാൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഏകദേശം ഇതിൻ്റെ ആർമേച്ചർ ഇതൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പാനർ, സ്ക്രൂ ഡ്രൈവർ ഇതൊക്കെ വീട്ടിൽ വേണം, എന്നാലേ അത് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് വർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഒന്ന് വർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. ഫിക്സ് ചെയ്തതിന് ശേഷം അതായത് ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഫിറ്റ് ചെയ്താണ്ട് ഇത് വർക്ക് വെച്ച് നോക്കുന്ന ടൈമിൽ കാർബണ് ശരിക്കും ടച്ച് ആയതാണെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതൊരു സ്പാർക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽഡ് കോയിലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ സ്പാർക്കിംഗ് ഉണ്ടാവും. സ്പാർക്കിംഗ് പറഞ്ഞാൽ ഈ ഒരു സെല്ല് തീൻ്റെ അത് നല്ല ഉണ്ടാവും. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫീൽഡ് കോയിലും കൂടി ചേഞ്ച് ചെയ്യണം. ആർമേച്ചറിന് മാത്രമുള്ള പ്രശ്നമാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെറിയ സ്പാർക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഇട്ട് വെച്ചാൽ അത് പിന്നെ അതിൻ്റെ ഇട്ട ആർമേച്ചറും പോവും, ഫീൽഡ് കോയിൽ ആദ്യം പോയതുകൊണ്ട് രണ്ടും പിന്നെ മാറ്റേണ്ടി വരും. ഈ ഗ്രൈൻഡറിൻ്റെ ആർമേച്ചറിനൊക്കെ നല്ല റേറ്റ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ഇതാക്കിയതിന് ശേഷം കാർബണിൻ്റെ സൈഡിൽ സ്പാർക്കിംഗ് ഉണ്ടോ നല്ല ശ്രദ്ധിക്കണം. എന്നാലാണ് സ്പാർക്കിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ നമ്മൾ ഫിക്സ് ഇത് ആർമേച്ചർ ചേഞ്ച് ചെയ്തത് കുഴപ്പമൊന്നുമില്ല, നല്ല വർക്കിംഗ്, നല്ല ക്ലിയർ ആണ്. അപ്പോൾ ഇത് ഇത്രയും ചെറിയൊരു വർക്കാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസ്, മെഷീനൊക്കെ നന്നാക്കുന്ന വീഡിയോസ് ഇനിയും പുതിയതായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ